الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ക്രമവും ചിട്ടയുമുള്ള ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ മാത്രം പിന്തുടരാനും ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീക്ക് നൽകട്ടെ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വിഷമകരമായ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞുപോയത്. പല സ്ഥലങ്ങളിൽ നിന്നും പല ദുഃഖകരമായ വാർത്തകളും നമുക്ക് ലഭിക്കുകയുണ്ടായി, പ്രയാസങ്ങൾ നേരിടുകയുണ്ടായി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഉണ്ടാകുമ്പോൾ അവൻ ഏത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എന്തെല്ലാം ഗുണപാഠങ്ങളാണ് അതിൽ നിന്ന് അവർ മനസ്സിലാക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്കെല്ലാം നേരിട്ട പല പ്രയാസങ്ങളെ സംബന്ധിച്ച് വിവരിക്കുന്നുണ്ട്. ഈ ഉമ്മത്തിന് നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഹദീസുകളുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായും ചില പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമതായി ഏതൊരു പ്രയാസവും ബുദ്ധിമുട്ടും നേരിടുമ്പോൾ തിരിച്ചറിയേണ്ട പ്രാഥമികമായ കാര്യം, വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, നാം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, കർമ്മപരമായി ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അതിലാണ് നമ്മുടെ വിജയവും പരാജയവും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്, വിശ്വാസത്തിലാണ്. അതുകൊണ്ട് വിശ്വാസവുമായി ബന്ധപ്പെട്ട് നാം അറിയേണ്ട ഒന്നാമത്തെ കാര്യം, പ്രപഞ്ചത്തിൽ ഏതൊരു കാര്യം സംഭവിക്കുന്നുവെങ്കിലും അത് ചെറിയ അനക്കങ്ങളാകട്ടെ അടക്കങ്ങളാകട്ടെ, വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാകട്ടെ, അതിൻ്റെ ചലനങ്ങളാകട്ടെ, വെള്ളം ഉയരുന്നതാകട്ടെ, മഴ വർഷിക്കുന്നതാകട്ടെ, എന്ത് പ്രപഞ്ചത്തിൽ നടക്കുന്നുവോ ഇത് അള്ളാഹുവിൻ്റെ അറിവിൽപ്പെട്ട കാര്യമാണ്. അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അത് അള്ളാഹു രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. അള്ളാഹുവാണ് അതിനെ സൃഷ്ടിച്ചത്. ഇത് അറിയൽ അനിവാര്യമാണ്. ഏതൊരു ചെറുതും വലുതുമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിലും അത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. ഇത് ഓരോ വിശ്വാസിയും കൃത്യമായി മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠമാണ്.
പരിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞത് കാണാം, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി, അള്ളാഹുവിൻ്റെ കയ്യിലാണ് അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ ഉള്ളത്. അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്നവൻ അള്ളാഹുവാണ്. ലാ യഅലമുഹാ ഇല്ലാഹു, അള്ളാഹു അല്ലാതെ മറ്റാർക്കും അതറിയാൻ സാധിക്കുകയില്ല. നാളെ എന്ത് സംഭവിക്കും എന്നുള്ളത് അദൃശ്യമായ കാര്യമാണ്. ഒരാൾ എങ്ങനെയാണ് മരിക്കുക, എവിടെ വെച്ചാണ് മരിക്കുക, മഴ എത്രത്തോളമാണ് ലഭിക്കുക, എങ്ങനെയാണ് സംഭവിക്കുക, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഗൈബിയായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു അല്ലാതെ മറ്റാരും അറിയുകയില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ അള്ളാഹു മുർസലീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും. അതല്ലാതെ ഇതാർക്കും അറിയാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലുമുള്ള സകലതിനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയുന്നവനാണ്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ, ഒരു വൃക്ഷം അതിൻ്റെ ഒരില പോലും പൊഴിക്കുന്നില്ല അള്ളാഹു അറിഞ്ഞിട്ടല്ലാതെ. സുബ്ഹാനല്ലാഹ്, എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പറഞ്ഞത്. എത്രയോ വൃക്ഷങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അതിൽ നിന്ന് വീഴുന്ന ഓരോ ഇലയും അള്ളാഹുവിൻ്റെ അറിവ് പ്രകാരമാണ് സംഭവിക്കുന്നത്. അള്ളാഹു അറിയാതെ സംഭവിക്കുന്നതല്ല ഒരു കാര്യവും. വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു അറിയുന്നുണ്ട്. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും നിലത്ത് വീഴുന്നില്ല. വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർദി വലാ റത്ബിൻ വലാ യാബിസിൻ, ഭൂമിയുടെ ഇരുളുകളിൽ ഒരു ധാന്യം പോലുമില്ല, അത് പച്ചയായതാകട്ടെ ഉണങ്ങിയതാകട്ടെ, ഇല്ലാ ഫി കിതാബി മുബീൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടല്ലാതെ. അപ്പോൾ ഖദാ ഖദറുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞത്. ഒന്ന്, ഏതൊരു കാര്യമുണ്ടോ അത് അള്ളാഹുവിൻ്റെ അറിവിൽ മുൻകടന്നതാണ്. അള്ളാഹു അറിഞ്ഞാണ് അത് ചെയ്യുക, സംഭവിക്കുക. രണ്ട്, അള്ളാഹു തീരുമാനിച്ചിരിക്കുന്ന ആ കാര്യം അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹദീസുകളിൽ കാണാം, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന് 50,000 വർഷങ്ങൾക്ക് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അറിവിലുള്ള കാര്യമാണ്, അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേ പ്രകാരം അള്ളാഹു ഉദ്ദേശിച്ച കാര്യമാണ് സംഭവിക്കുക. ഖുർആനിൽ പല ആയാത്തുകളിൽ അത് പറയുന്നുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് അള്ളാഹുവാണ് സൃഷ്ടിക്കുക. മഴ വർഷിക്കുന്നു, ഓരോ തുള്ളി മഴയും ഭൂമിയിലേക്ക് വീഴുന്നത് ഈ 4 പ്രക്രിയകളിലൂടെയാണ്. അതല്ലാതെ സംഭവിക്കൂല. യാദൃശ്ചികമായി എവിടെയെങ്കിലും മഴ പെയ്യുന്നു, എവിടെയെങ്കിലും ഉരുൾപൊട്ടുന്നു, എവിടെയെങ്കിലും ഭൂമി കുലുങ്ങുന്നു, അങ്ങനെ സംഭവിക്കുന്നതല്ല. ഈ 4 കാര്യങ്ങൾ ഇത് അഹ്ലുസുന്നയുടെ ഏകോപിച്ച അഭിപ്രായമാണ്. ഇതല്ലാതെ ഭൂമിയിൽ പ്രപഞ്ചത്തിൽ ഒരു കാര്യവും സംഭവിക്കുന്നില്ല എന്ന് അടിയുറച്ച് വിശ്വസിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ കാര്യമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല, അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. രണ്ടാമത്, ഇതിലുള്ള നമുക്കുള്ള പാഠം, ധാരാളം അപകടങ്ങൾ പെരുകി വരുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് പ്രകാരം ഖിയാമത്ത് നാളിലേക്ക് നാം അടുക്കാറായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. അപകടങ്ങൾ ഓരോ വർഷവും കൂടിക്കൂടി വരുന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായതുപോലെയല്ല ഈ വർഷം ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം ഉണ്ടായ എണ്ണമല്ല ഈ പ്രാവശ്യം ഉണ്ടാകുന്നത്. അതിൻ്റെ എണ്ണത്തിലും വലുപ്പത്തിലുമെല്ലാം അപകടങ്ങൾ കൂടിക്കൂടി വരുന്നു. പ്രളയങ്ങൾ കൂടി വരുന്നു. അല്ലെങ്കിൽ ഭൂമിയുടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ഇങ്ങനെ ഫിത്നകളും കുഴപ്പങ്ങളും കൂടി വരുന്നത് ഖിയാമത്ത് നാളിലേക്ക് അടുക്കുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ, ലാ തഖൂമു സ്സാഅതു ഹത്താ യുഖ്ബദൽ ഇൽം, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല ഇൽമു ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. ശരിയായ അറിവ് ഉയർത്തപ്പെടും, ജഹിൽ വ്യാപിക്കും സമൂഹത്തിൽ, ശരിയായുള്ള വിജ്ഞാനം സമൂഹത്തിൽ നിന്ന് എടുത്തു കളയപ്പെടും. അതേപ്രകാരം വതക്സുറു, ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ അത് വർദ്ധിച്ചു വരും. വയതഖാറബു സമാൻ, അതേപ്രകാരം തന്നെ കാലം അടുത്തടുത്തു വരും. വതദ്ഹറുൽ ഫിതൻ, ഫിത്നകൾ കുഴപ്പങ്ങൾ അധികരിക്കും, പ്രകടമാകും. വയക്സുറൽ ഹർജ്, അതേപ്രകാരം കൊലപാതകങ്ങൾ അധികരിക്കും. ഇങ്ങനെയായിട്ടല്ലാതെ എന്തുണ്ടാവുകയില്ല, ഖിയാമത്ത് നാൾ ഉണ്ടാവുകയില്ല എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സമ്പത്ത് അധികം ഉണ്ടാകുമെന്നും ആ ഹദീസിന്റെ ഒടുവിൽ കാണാം. ഹത്താ യക്ഫുറ ഫീകുമുൽ മാൽ ഫയഫീദ്, സമ്പത്ത് ധാരാളമായി ഒഴുകുന്ന ഒരവസ്ഥയും ഉണ്ടാകും. ഇങ്ങനെ അപകടങ്ങളും കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് ഖിയാമത്തിലേക്കുള്ള അടുപ്പം ആകാറായിട്ടുണ്ട്, അതിലേക്ക് അടുക്കാറായിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ്. ഇത് രണ്ടാമത്തെ പാഠമാണ്. മൂന്നാമത്തെ മറ്റൊരു സുപ്രധാനമായ പാഠം, എന്തുകൊണ്ടാണ് ഇങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്, ദുരിതങ്ങൾ പേറേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അതിന് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. വ്യത്യസ്ത കാരണങ്ങൾ ഖുർആനിലും ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മത്തി ഹാദിഹി ഉമ്മത്തുൻ മർഹൂമ, എൻ്റെ ഈ ഉമ്മത്ത് റഹ്മത്ത് നൽകപ്പെട്ട, കാരുണ്യം നൽകപ്പെട്ട ഉമ്മത്താണ് എൻ്റെ ഈ ഉമ്മത്ത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ അലൈഹാ അദാബുൻ ഫിൽ ആഖിറ, അവർക്ക് മുൻകഴിഞ്ഞ സമൂഹങ്ങൾക്ക് ആഖിറത്തിൽ ഉണ്ടാകുന്നത് പോലുള്ള ശിക്ഷ അവർക്കുണ്ടാവുകയില്ല. പിന്നെയോ അവർക്ക് ശിക്ഷ ഉണ്ടാകും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനും ആഖിറത്തിൽ ശിക്ഷയുണ്ടാകും. പക്ഷെ മുൻകഴിഞ്ഞ സമൂഹത്തിൽ ഉള്ള ആളുകൾക്ക് ലഭിക്കുന്നത് പോലുള്ള ശിക്ഷ ഉണ്ടാവുകയില്ല എന്നാണ് അതിന് വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഉലമാക്കൾ. പിന്നെയോ അദാബുഹാ ഫിദ് ദുനിയാ അൽ ഫിതൻ വസ്സലാസിൽ വൽ ഖത്ൽ, ദുനിയാവിൽ വെച്ച് അവർക്ക് ചില ശിക്ഷകൾ നൽകപ്പെടും. ആ ശിക്ഷ അവർക്ക് റഹ്മത്താണ്. ദുനിയാവിൽ വെച്ച് അവർക്ക് ചില പരീക്ഷണങ്ങൾ നൽകും. ഭൂമിയിൽ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങൾ ഉണ്ടാകും, പരസ്പരമുള്ള കൊലപാതകങ്ങൾ ഉണ്ടാകും, യുദ്ധങ്ങൾ ഉണ്ടാകും. ഇത് അവർക്ക് എന്താണ്? ഭൂമിയിൽ അള്ളാഹു നൽകുന്ന ചില ശിക്ഷയാണ്. അത് മുഖേന അവർക്ക് എന്താണ് ലഭിക്കുക? കാരുണ്യമാണ് ലഭിക്കുക. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത്, ഇന്ന ഉമ്മത്തി ഹാദിഹി ഉമ്മത്തുൻ മർഹൂമ, എൻ്റെ ഈ ഉമ്മത്ത് റഹ്മത്ത് നൽകപ്പെട്ടതായ, കാരുണ്യമേകപ്പെട്ടതായ. കാരണം ആഖിറത്തിലെ ശിക്ഷ താങ്ങുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്, സാധിക്കുകയില്ല, വളരെ കഠിനമാണ്. ഒരു സഹാബി ഒരിക്കൽ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ എന്നെ ആഖിറത്തിൽ ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ആ ശിക്ഷ എനിക്ക് ദുനിയാവിലേക്കണമേ എന്നെന്ത് ചെയ്തു? ദുആ ചെയ്തു. ആ സഹാബി വല്ലാതെ കഷ്ടപ്പെട്ടു പോയെന്നാണ്. ആഖിറത്തിലെ ശിക്ഷ ദുനിയാവിൽ ഒരാൾക്ക് സഹിക്കാൻ പറ്റൂല. അപ്പോൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെ കാര്യം പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ദുനിയാവിലും ആഖിറത്തിലും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായും ആഖിറത്തിലെ ശിക്ഷ ഒരാൾക്ക് താങ്ങാൻ സാധിക്കാത്തതാണ്. അപ്പോൾ ഈ ഉമ്മത്തിൽ അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്, റഹ്മത്താണ്. ഇവിടെ കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ ദുരിതങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ വെള്ളം കയറും, ചിലപ്പോൾ ഭൂമി കുലുങ്ങും, പ്രകമ്പനങ്ങൾ ഉണ്ടാകും, തകർച്ചകൾ ഉണ്ടാകും, കുഴപ്പങ്ങൾ ഉണ്ടാകും. അത് മുഖേന അവർക്ക് ആഖിറത്തിലുള്ള ശിക്ഷയിൽ ഇളവ് നൽകപ്പെടുന്നു. ചില ഹദീസുകൾ പ്രകാരം അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മുഖേന അവർക്ക് എന്ത് ചെയ്യുന്നു? പ്രതിഫലം കൂടി നൽകപ്പെടുകയും ദറജകൾ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. ഇതെല്ലാം പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത് സ്വഹീഹായ ഹദീസാണ്. ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് ഇവിടെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ദുരിതങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അനുഗ്രഹമാണെങ്കിലും ഇത് മുഖേന നമുക്ക് ധാരാളം പ്രതിഫലങ്ങൾ കരഗതമാക്കാൻ സാധിക്കും. ക്ഷമിക്കുന്നവർക്കാണ് കേട്ടോ, ക്ഷമിക്കുന്നവർക്ക്. അതിൻ്റെ പേരിൽ പൊറുതുകേട് കാണിക്കാൻ പാടില്ല, ആവലാദികൾ പറയാൻ പാടില്ല. ഇത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ഇത് മുഖേന എനിക്ക് പ്രതിഫലം നൽകപ്പെടും, ക്ഷമിക്കുന്നവർക്ക് സമ്പൂർണമായ പ്രതിഫലം നൽകപ്പെടുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് ലഭിക്കാൻ വലിയ അവസരമാണ് പ്രയാസങ്ങൾ ഉണ്ടാവുക. ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകൾ പേടിക്കേണ്ടതുണ്ടെന്നാണ്. ഒരു പ്രയാസങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ബാധിക്കാതെ ജീവിക്കുന്ന ആളുകൾ പേടിക്കേണ്ടതുണ്ട്. കാരണം അവർക്ക് ചിലപ്പോൾ അള്ളാഹു വച്ചിരിക്കുന്ന കഠിനമായ ശിക്ഷയായിരിക്കാം. അതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമിച്ചാൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലിയ വലിയ അപകടങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിന് പിന്നിൽ വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട്. അത് സമൂഹത്തിൽ വലിയ രീതിയിൽ അള്ളാഹുവിനെ നിഷേധിക്കപ്പെടുകയും അല്ലെങ്കിൽ പാപങ്ങൾ വ്യാപകമാവുകയും ചെയ്യുമ്പോൾ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അത് എല്ലാവരെയും ബാധിക്കും. ഒരാളെ മാറ്റി നിർത്തിയിട്ട് വേറൊരാൾക്ക് അങ്ങനെ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ശിക്ഷകൾ വന്നാൽ അത് എല്ലാവരെയും എന്ത് ചെയ്യും? ഒന്നടങ്കം ബാധിക്കും. അത് മുഖേന നമുക്ക് പ്രതിഫലം കരഗതമാക്കാനും സാധിക്കും. പക്ഷെ അത് മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യമാണ്.
അള്ളാഹു പറഞ്ഞത് കാണാം, വമാ അസാബക്കും മിൻ മുസീബത്തിൻ ഫബിമാ കസബത് ഐദിന്നാസ് ഫബിമാ കസബത് ഐദികും വയഅഫു അൻ കസീർ. നിങ്ങൾക്ക് ബാധിക്കുന്ന ഏതൊരു മുസീബത്താകട്ടെ അത് നിങ്ങളുടെ കരങ്ങൾ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ കാരണത്താലാണ്. വയഅഫു അൻ കസീർ, ധാരാളം അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന പാപങ്ങളുടെ കാരണത്താൽ അള്ളാഹു നമ്മളോട് ശിക്ഷിക്കാൻ തീരുമാനിച്ചാൽ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിനുള്ള തിന്മകൾ നാം ചെയ്യുന്നുണ്ട്. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നു? വിട്ടുവീഴ്ച നൽകുകയാണ്, അഴിച്ചഴിച്ച് വിട്ടിരിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ചില മുന്നറിയിപ്പുകൾ നൽകും. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ശരിയായ റൂട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള മുന്നറിയിപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യണം? തരണം ചെയ്യണം. അത് നിങ്ങൾ മാറ്റേണ്ടതുണ്ട്. ശരിയായ റൂട്ടിലേക്ക് വരേണ്ടത് ഇതും ഒരു അനുഗ്രഹം തന്നെയാണ്. ഇതും ഒരു കണക്കിന് ഒരു അനുഗ്രഹമാണ്. കാരണം ഇതുപോലുള്ളതായ മുന്നറിയിപ്പുകൾ നമ്മുടെ റൂട്ടൊന്ന് ചേഞ്ച് ചെയ്യാൻ, ഒന്ന് തിരിച്ച് നേരെയാക്കാൻ നമ്മെ സഹായിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് പറയലുണ്ട്, ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയലുണ്ട്, ചിലപ്പോൾ ചില തിന്മകളായിരിക്കും ഒരാളെ വലിയ പദവികളിലേക്ക് ഉയർത്തുന്നത്. ചില തിന്മകൾ ചെയ്യുന്നു, അതിൻ്റെ പേരിൽ അവന് ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു. അവൻ്റെ കുറ്റബോധത്തിലേക്കും അവൻ ഉറ്റാലോചിക്കുന്നതിലേക്കും കൂടുതൽ ശരിയായ വഴികൾ തെരഞ്ഞെടുത്ത് മുന്നോട്ട് നീങ്ങുന്നതിലേക്കും അവനെ സഹായിക്കും. അതും ഒരു കണക്ക് എന്താണ്? റഹ്മത്ത് തന്നെയാണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മെ തീർത്തും അള്ളാഹു ഇല്ലാതെയാക്കി കളഞ്ഞില്ല. നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകി. അതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതായ കാര്യമാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരിക്കൽ ഭൂമി പ്രകമ്പനം കൊണ്ടു. പ്രകമ്പനം കൊണ്ട സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലഇൻ ആദത് ലാ ഉസാകിനുകും ഫീഹാ, ഇനിയും ഇങ്ങനെ പ്രകമ്പനങ്ങൾ ഇവിടെ ആവർത്തിച്ചാൽ നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ താമസിക്കുകയില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. കാരണം ഇത് മുന്നറിയിപ്പാണ്, ഇത് അള്ളാഹുവിന്റെ ശിക്ഷയായിരിക്കാം. അതുകൊണ്ട് ഇനിയും ഇത് ആവർത്തിക്കുന്ന ഘട്ടം വന്നാൽ ഇവിടെ നിങ്ങളുടെ കൂടെ എനിക്ക് താമസിക്കാൻ പ്രയാസമുണ്ട് എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നമുക്ക് മുന്നറിയിപ്പാണ്, പാഠമാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, ഇന്ന ഹാദർ റജ്ഫ ഷൈഉൻ യുആഖിബു അല്ലാഹു ബിഹിൽ ഇബാദ്. ഇങ്ങനെയുള്ള പ്രകമ്പനങ്ങൾ, പ്രയാസങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിമകളെ ഒന്ന് മുന്നറിയിപ്പ് നൽകാൻ, ശിക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ മേൽ അനിവാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ നാടുകളിൽ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നാം ചിന്തിക്കണം. അതിനെക്കുറിച്ച് നാം ഉറ്റാലോചിക്കണം, ബോധം ഉള്ളവരാകണം. അതിനെ സംബന്ധിച്ച് ബോധവൽക്കരണങ്ങൾ നടക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് ഏത് രീതിയിലും ഒരു വിശ്വാസിക്ക് എന്ത് ചെയ്യാം? നേടിയെടുക്കാം. അതിൽ നമുക്ക് അനുഗ്രഹങ്ങൾ നേടാം. അതല്ല മുന്നോട്ട് പോവുകയാണ്, മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല എങ്കിൽ ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്ക് നീങ്ങാനും സാധ്യതയുണ്ട്. നാലാമത്തെ കാര്യം, ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അതാണ്, ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടായാൽ ആ പ്രയാസം നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. അത് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? പരിശുദ്ധ ഖുർആൻ ഇത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക്, നബിയെ താങ്കൾക്ക് മുമ്പ് പല സമൂഹങ്ങളിലേക്കും നാം അമ്പിയാക്കളെ, മുർസലീങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, അവർക്ക് വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും നാം നൽകിയിട്ടുണ്ട്. അവർക്ക് വലിയ ദുരിതങ്ങളും പ്രയാസങ്ങളും, കഠിനമായ രോഗങ്ങൾ, അതേപ്രകാരം തന്നെ ഫഖർ, ദാരിദ്ര്യം, കഠിനമായ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ നാം അവർക്ക് നൽകിയിട്ടുണ്ട്. എന്തിനാണ് അള്ളാഹു ഇങ്ങനെ നൽകുന്നത്? ലഅല്ലഹും യതദറഊൻ, അവർ അള്ളാഹുവിലേക്ക് വിനയാന്വിതരായിക്കൊണ്ട് തിരിച്ചു മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് നാം പ്രയാസങ്ങൾ കൊടുത്തത്, ബുദ്ധിമുട്ടുകൾ കൊടുത്തത്, ഇടുങ്ങേറുകൾ കൊടുത്തത് അവർ വിനയാന്വിതരായിക്കൊണ്ട്, അള്ളാഹുവേ ഞങ്ങൾ ബലഹീനരാണ്, ഞങ്ങൾ ദുർബലരാണ്, നീ ഒരു ശിക്ഷ തന്നാൽ അതിനെ തടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പലരും പറയലുണ്ട്, കേരളം ജയിച്ചു, മഴ തോറ്റു എന്നൊക്കെ പറയുന്ന ചില ആളുകളുണ്ട്. നഊദുബില്ല, വളരെ അപകടം പിടിച്ചിരിക്കുന്ന വർത്തമാനങ്ങളാണ്. ഇതും നാം ജയിക്കുമെന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷ വന്നാൽ അതിനെ തടുക്കാൻ ആർക്കും സാധ്യമല്ല. എത്രത്തോളം നാം ബലഹീനനാണ്, ദുർബലരാണ് എന്ന് അനുഭവിച്ചവർക്കറിയാം. അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നാം കരുതുന്നത് പോലെയായിരിക്കില്ല പ്രയാസങ്ങൾ വരുന്നത്. നമ്മുടെ സങ്കല്പത്തിന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും.
അപ്പോൾ നമുക്കാരെയും തോൽപ്പിക്കാനൊന്നും സാധിക്കൂല. അള്ളാഹ് പറയാണ്, നാം അവർക്ക് പ്രയാസങ്ങളും ദുരിതങ്ങളും കൊടുത്തത് അവർ ബോധ്യമുള്ളവരാകാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ദുർബലരാണ്, അള്ളാഹു നിനക്കാണ് എല്ലാ കഴിവുകളും ഉള്ളത്, നിന്റെ തീരുമാനപ്രകാരമാണ് സകലതും സംഭവിക്കുന്നത്, നീ ഉദ്ദേശിച്ചാൽ ഞങ്ങൾ ഒന്നുമില്ല, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോകും, ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഇത് മനസ്സിലാക്കി വിനയം കാണിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നാം ദുരിതങ്ങൾ കൊടുത്തത്. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ഫലൗലാ ഇദ് ജാഅഹും ബഅസുനാ തദറഉ, എന്തുകൊണ്ടാണ് നമ്മുടെ പ്രയാസങ്ങൾ ദുരിതങ്ങൾ അവരെ പിടികൂടിയപ്പോൾ അവർ വിനയാന്വിതരായിക്കൊണ്ട് താഴ്മ കാണിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് അവർക്ക് പറ്റിയത്? എന്തുകൊണ്ട് പ്രയാസങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരുന്നിട്ടും അവർ അള്ളാഹുവിലേക്ക് തിരിയുന്നില്ല? എന്തുകൊണ്ടാണ് അവർ മടങ്ങാതിരുന്നത്? വലാകിൻ ഖസത് ഖുലൂബുഹും, എന്നല്ല, അവരുടെ ഹൃദയങ്ങൾ വീണ്ടും കഠിനമാവുകയാണ് ചെയ്തത്. വസയ്യന ലഹുമുശ് ശൈത്താനു മാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത പല പ്രവർത്തികളും ഷൈത്താൻ അവർക്ക് വലിയ അലങ്കൃതമാക്കി കൊടുത്തു. ഷൈത്താൻ അവർ ചെയ്യുന്ന പല തോന്നിവാസങ്ങളെയും അലങ്കൃതമാക്കി മനോഹരമാക്കി കാണിച്ചു. അവർ അള്ളാഹുവിലേക്ക് മടങ്ങുകയല്ല ചെയ്തത്, വീണ്ടും കുഫറും ഷിർക്കും ബിദ്അത്തുകളും ചെയ്യുകയാണ് ചെയ്തത്. നഊദു ബില്ലാഹ്. പലപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ വിഷകർമ്മകരമായ ദുഃഖകരമായ പല കാര്യങ്ങളും നാം കണ്ടിട്ടുണ്ട്. അള്ളാഹു ഇതുപോലുള്ള പ്രയാസങ്ങൾ ദുരിതങ്ങൾ നൽകുന്ന അവനിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ടാണ്. നൂഹ് അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ സംഭവിച്ച നമുക്കറിയാം. നൂഹ് അലൈഹിസ്സലാം സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞുങ്ങളെ, മക്കളെ വിളിക്കുകയാണ്, വാ കുഫാറുകളുടെ കുഫറിലേക്ക് പോകല്ലേ, വാ ഈമാനുള്ള ആളുകളുടെ കൂടെ കൂട് എന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ്. എപ്പോഴാണ്? വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ പോകുന്ന ആളുകളുടെ അടുത്ത് പറയും, വാ കയറ്, ഞാൻ കരകയറ്റാമെന്നല്ല നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത്, ഇതിലേക്ക് കയറി രക്ഷപ്പെടുത്താമെന്നല്ല പറഞ്ഞത്, നീ കാഫറായി പോകരുത്, മുഅ്മിനീങ്ങളുടെ കൂടെ കൂടെ എന്നാ പറഞ്ഞത്. വെള്ളത്തിൽ മുങ്ങിച്ചാകാൻ പോകുന്ന ആളോട് പറഞ്ഞെന്താ? ചിലപ്പോൾ നമ്മൾ പറയുമോ, എന്തൊരു വലിയ വർഗീയവാദിയാണ് നൂഹ് അലൈഹിസ്സലാം, അവൻ ആദ്യം പിടിച്ച് കയറ്റിയിട്ട് രക്ഷപ്പെടുത്തി കൊണ്ടുപോകാനല്ലേ നോക്കണ്ടേ, അതിനപ്പുറം ഇവിടെ ഈമാൻ പറയുകയാണോ, ഇവിടെ തൗഹീദ് പറയുകയാണോ എന്ന് ചിലപ്പോൾ ചില ആൾക്കാർ ചോദിക്കും. അങ്ങനെയല്ല, നൂഹ് അലൈഹിസ്സലാം പറഞ്ഞു, നിന്റെ കുഫർ നീ ഉപേക്ഷിക്ക്, നീ ഈമാനിലേക്ക് വാ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പറഞ്ഞത്. എന്നിട്ട് വലിയ അദാബാണ് അള്ളാഹു അവർക്ക് നൽകിയത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യപ്പെടുന്നതായ പ്രതിഷ്ഠകളെ അള്ളാഹുവിന്റെ ശിക്ഷ എന്നോണം ചിലപ്പോൾ വന്നതായിരിക്കാം, അതിനെ സോപ്പിട്ട് എന്ത് ചെയ്യുന്നു? വൃത്തിയാക്കി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊടുക്കുക. നഊദു ബില്ലാഹ്. അത്ര വലിയ അപകടമാണ്. നാം എന്ത് ചെയ്യുന്നില്ല? അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവന്റെ ഇടപാടുകളെ സംബന്ധിച്ച് തിരിഞ്ഞു നോക്കാൻ നമ്മൾ സന്നദ്ധരല്ല. നമ്മൾ വീണ്ടും എന്ത് ചെയ്യുകയാണ്? അത് ഷൈത്താൻ അത് നല്ലതായിട്ട് തോന്നിക്കുകയാണ്, ഷൈത്താൻ അത് അലങ്കൃതമാക്കി തോന്നി. അള്ളാഹു അത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. അവരുടെ ഹൃദയം വീണ്ടും കടുത്തു പോവുകയും ഷൈത്താൻ അവർ ചെയ്യുന്ന പ്രവർത്തികൾ നല്ല സൽക്കർമ്മങ്ങളായിട്ട് തോന്നിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അങ്ങനെ അവരുടെ ഹൃദയം എന്ത് ചെയ്യുന്നു? കൂടുതൽ കടുത്തു പോവുകയും അവർക്ക് ആകാശലോകത്ത് നിന്ന് ധാരാളം നന്മകൾ വീണ്ടും കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അവർ അശ്രദ്ധയിൽ ജീവിക്കുമ്പോൾ ഒരറ്റപ്പെടുത്തം അവരെ പിടിക്കും എന്ന് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ലഅല്ലഹും യതദറഊൻ, അവർ വിനയാന്വിതരായ അള്ളാഹുവിലേക്ക് മടങ്ങൽ അനിവാര്യമാണ്. മാത്രമല്ല, നാം ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മടങ്ങുക എന്നുള്ളത് തന്നെയാണ്. അതിൽ മറ്റൊരു ആയത്തിൽ കാണാം, വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം, നബിയെ താങ്കൾ അവരുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. നബിമാർ ആ സമൂഹത്തിലുള്ളപ്പോൾ അവരെ ഒന്നടങ്ക് ശിക്ഷിക്കൂല. ഇത് നമ്മുടെ ഉമ്മത്തിനും പ്രധാനപ്പെട്ട റഹ്മത്താണ്. മുഹമ്മദ് നബി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഒറ്റപ്പെടുത്തും പിടിക്കൂല. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ, അതേ പ്രകാരം തന്നെ അവർ ഇസ്തിഗ്ഫാർ ചെയ്യുന്നവരാണ് എങ്കിൽ, അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാണ് എങ്കിൽ, തൗബ ചെയ്ത് പിൻവലിയുന്നവരാണ് എങ്കിൽ അവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ ശിക്ഷിക്കുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ ഇസ്തിഗ്ഫാറുകൾ അധികരിപ്പിക്കുക, ധാരാളം അള്ളാഹുവിലേക്ക് മടങ്ങുക, തൗബ ചെയ്യുക, ഇത് നാം ചെയ്യേണ്ട കർമ്മപരമായ കാര്യങ്ങളാണ്. അള്ളാഹു കാര്യങ്ങൾ യഥാർത്ഥം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. നമ്മൾ പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളും ദുരിതങ്ങളും നൽകുന്നത് അതിന് പല കാരണങ്ങളുണ്ടാകാം. ചിലപ്പോൾ അത് ചില ആളുകൾക്ക് അനുഗ്രഹമായിരിക്കാം, അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്താൻ വേണ്ടിയായിരിക്കാം.
അവർക്ക് ആഖിറത്തിൽ കൊടുക്കുന്ന ശിക്ഷ ചിലപ്പോൾ ഭൂമിയിൽ കൊടുത്ത് ഇളവ് ചെയ്യുന്നതായിരിക്കാം. അതല്ലെങ്കിൽ അവർ ചെയ്യുന്ന പാപങ്ങൾ നിമിത്തം അള്ളാഹു അവർ ശിക്ഷിക്കുന്നതായിരിക്കാം. എന്തിനാണ്? അവർ തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്. അതും ഒരു അനുഗ്രഹമാണ്. തിരിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളത് അതിൻ്റെ ഒരു ലക്ഷ്യമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട നാം ചെയ്യേണ്ട മറ്റൊരു കാര്യം, അള്ളാഹുവിനെ നാം നന്നായി പേടിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ പേടിക്കുക എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പലപ്പോഴും നമുക്ക് പേടിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഴമേഘങ്ങൾ വരുന്നത് കണ്ടാൽ അതിശക്തമായി പേടിക്കുമായിരുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, വീണ്ടും അകത്തേക്ക് കയറുന്നു, വീണ്ടും പുറത്തിറങ്ങുന്നു, അകത്തേക്ക് കയറുന്നു. നബിയുടെ മുഖത്ത് അതിന്റെ പ്രതിഫലനം കാണുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, എന്നിട്ട് ചോദിക്കുകയാണ്, നബിയെ, സാധാരണ മഴ വരുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണല്ലോ, എന്താണ് താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? താങ്കളുടെ മുഖത്തത് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണർത്തി കൊടുക്കുകയാണ്, മുൻകഴിഞ്ഞിരിക്കുന്ന പല സമൂഹങ്ങളിലും മഴമേഘങ്ങൾ വന്നുകൊണ്ടാണ് അവരെ മുച്ചൂടും നശിപ്പിച്ച് കളഞ്ഞത്. അതുകൊണ്ട് പേടിക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹു പറഞ്ഞത് കാണാം, വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു ഭൂമിയിലേക്ക് അയക്കുന്നില്ല അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലാതെ. പേടിപ്പിക്കാൻ തന്നെയാണ്, യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല. ഇത് നമ്മെ പേടിപ്പിക്കുക, നാം അള്ളാഹുവിലേക്ക് മടങ്ങുക, അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാവുക, ആഖിറത്തെ സംബന്ധിച്ച ബോധമുള്ളവരാവുക എന്ന് പേടിപ്പിക്കുക എന്നുള്ള കാര്യം എന്തുണ്ട് ഇതിലുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫഅമിന അഹ്ലുൽ ഖുറാ അൻ യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. അതല്ല, ആ നാട്ടിലുള്ള ആളുകൾ അവർ നിർഭയരായി ജീവിക്കുകയാണോ? നമ്മുടെ ശിക്ഷ അവർ രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അവരിലേക്ക് വന്ന് പിടികൂടും എന്നുള്ളതിനെ സംബന്ധിച്ച് അവർക്കൊരു പേടിയുമില്ലേ? അവർ നിർഭയരായി ഇങ്ങനെ നടക്കുകയാണോ? അത് പേടിക്കണം അല്ലാഹു പറയാണ്. അതല്ല, അതല്ല, പകൽ സമയങ്ങളിൽ അവർ ഇങ്ങനെ കളിച്ചുല്ലസിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ ശിക്ഷ അവരെ വന്ന് പിടികൂടും എന്നതിനെ സംബന്ധിച്ച് അവർ നിർഭയരായിക്കൊണ്ട് പേടിയില്ലാതെ ജീവിക്കുകയാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു. അപ്പൊ ഇത് നമ്മ പേടിപ്പിക്കാൻ കൂടിയിട്ട് തന്നെയാണ്. മാത്രമല്ല, അതിനും അപ്പുറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വലിയ പ്രകമ്പനം വരാനുണ്ട് എന്നതിനെ ഓർമ്മപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവായ, ഉടമസ്ഥനായ, പരിപാലകനായ, നിങ്ങളെ ജീവിപ്പിക്കുന്ന, നിങ്ങൾക്ക് റിസ്ക് നൽകുന്ന അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ. കാരണം ഇന്ന സൽസലത്തസ് സാഅതി ലശൈഉൻ അദീം, ഖിയാമത്ത് നാളിൽ ഒരു പ്രകമ്പനം ഉണ്ടാകാനുണ്ട്. അത് വളരെ ഗൗരവമേറിയ, വളരെ പേടിപ്പിക്കുന്ന, ഗുരുതരമായിരിക്കുന്ന ഒരു പ്രകമ്പനമായിരിക്കും. യൗമ തറൗനഹാ തസ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. അത് നീ കാണുന്ന സമയത്ത് മുലയൂട്ടുന്ന മാതാക്കൾ അവരുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പോലും അശ്രദ്ധരായി പോകും. ഇപ്പോൾ അപകടങ്ങൾ വന്നാൽ നാം പരസ്പരം അങ്ങോട്ടും കൂടെ സഹായിക്കുന്നുണ്ടല്ലോ, അത് വലിയ അനുഗ്രഹമാണ്. സഹായിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. അതിന് വലിയ മാതൃക നമ്മുടെ നാട്ടിൽ ആളുകൾ ചെയ്തിട്ടുമുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അതിന് നല്ല പ്രതിഫലം നൽകട്ടെ. പക്ഷേ ഇനി വരാനുള്ള ഒരു പ്രകമ്പനമുണ്ട്. അതിലാരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈകൊടുക്കുകയില്ല. എത്രത്തോളം എന്നാൽ, ഒരു മാതാവ് ചെറിയ കൈക്കുഞ്ഞ്, അത് മുലയൂട്ടുന്ന കൈക്കുഞ്ഞിനെ വിലയും എന്ത് ചെയ്യുന്നു? തസ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. മുലയൂട്ടുന്ന സ്ത്രീകൾ, ഉമ്മമാർ അവരുടെ കൈക്കുഞ്ഞുങ്ങളെ വരെ എന്ത് ചെയ്യുന്നു? ഉപേക്ഷിച്ചു പോകുന്ന ഒരു പ്രകമ്പനമായിരിക്കും അത്. വതബഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ. ഗർഭത്തിലുള്ളതായ സ്ത്രീകൾ അവർ പ്രസവിച്ചു പോകും ആ പ്രയാസം കണ്ടിട്ട്. വതറന്നാസ സുകാറ. ജനങ്ങൾ ലഹരിബാധിതരായിട്ട് നിനക്കെന്നവരെ കാണാൻ സാധിക്കും. മാഹും ബി സുകാറ. യഥാർത്ഥത്തിൽ അവർക്ക് ലഹരിയൊന്നും പിടിപെട്ടിട്ടുണ്ടാവുകയില്ല. പക്ഷെ ലഹരി ബാധിതരെ പോലെ അവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കും. വലാകിന്ന അദാബല്ലാഹി ശദീദ്. എന്നാൽ അള്ളാഹുവിന്റെ ശിക്ഷ അതികഠിനമായ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പോ വലിയ ഒരു പ്രകമ്പനം വരാനുണ്ട്. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്താലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. ഭൂമി പ്രകമ്പനം കൊള്ളിക്കപ്പെടും. അതിലുള്ള സകല ജീവജാലങ്ങളും പുറത്തേക്ക് എടുക്കപ്പെടും. മരിച്ച് കബറിൽ കിടക്കുന്ന ആളുകൾ പുറത്തേക്ക് കൊണ്ടുവരപ്പെടും. അവർ ചോദിക്കും, ഇതെന്താണ് ഭൂമിക്ക് പറ്റിയത് എന്ന് ചോദിക്കും. അന്ന് ഭൂമി, അതിന്റെ മേൽ മനുഷ്യർ ചെയ്തിരിക്കുന്ന ഓരോ പ്രവർത്തികൾ ആരും കാണാതെ, ഉമ്മ കാണാതെ, ഉപ്പ കാണാതെ, ഭർത്താവ് കാണാതെ, ഭാര്യ കാണാതെ, മാതാപിതാക്കൾ കാണാതെ ചെയ്തു കൂട്ടിയ തിന്മകൾ ഉണ്ടാകാം. അയൽവാസികൾ അറിയാതെ ചെയ്തതുണ്ടാകാം.
ഇത് ഭൂമി വിളിച്ചു പറയും അള്ളാഹുവിനോട്, ദാ ഇവൻ ഞാൻ കാണുക ഇന്ന പണികൾ ചെയ്തിട്ടുണ്ട് എന്ന് ഭൂമി വിളിച്ചു പറയുന്ന വലിയൊരു പ്രകമ്പനം വരാനുണ്ട് എന്നുള്ള ഓർമ്മപ്പെടുത്തലും ഇതിനുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധം പഠിച്ചു മനസ്സിലാക്കി അമൽ ചെയ്യാൻ നല്ല തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മിലുള്ള രോഗികൾക്ക് പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ പ്രയാസം അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ പെട്ടുപോയ ആളുകൾക്ക് സമ്പൂർണമായ ക്ഷമ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ക്ഷമിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന വലിയ പ്രതിഫലം, സമ്പൂർണമായ പ്രതിഫലം കരഗതമാകാൻ അള്ളാഹു അവരെ സഹായിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا ولوالدينا كما ربونا صغارا ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم أعزنا وأعز الإسلام والمسلمين وأذل الشرك والمشركين اللهم دمر أعداءك وأعداء الدين وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين.